അൽസലാമ ഐ ഹോസ്പിറ്റൽ. മലപ്പുറം ജില്ലയിലെ ആദ്യ മത്സ്യസേവന കേന്ദ്രം ഏലംകുളം കുന്നക്കാവിൽ ഓഗസ്റ്റ് 25 തിങ്കളാഴ്ച മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയിൽ ഫിഷറീസ് വകുപ്പാണ് മത്സ്യസേവന കേന്ദ്രം ആരംഭിക്കുന്നതെന്ന് ഫിഷറീസ് ഓഫീസർമാരും സംരംഭകരും പുലാമന്തോളിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധനയ്ക്ക് ആവശ്യമായ ലാബും കൺസൾട്ടൻസി സർവീസും അക്വാട്ടിക് ഇൻപുട്ട് സർവീസും ഉൾപ്പെടെ പ്രവർത്തന സജ്ജമാക്കുന്ന പദ്ധതിയാണ് മത്സ്യസേവന കേന്ദ്രം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പ്രകാരം കേരള ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മത്സ്യസേവന കേന്ദ്രം. ഈ പദ്ധതി പ്രകാരം ഫിഷറീസ് വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ ആദ്യ മത്സ്യസേവന കേന്ദ്രം തിങ്കളാഴ്ച ഏലംകുളം കുന്നക്കാവിൽ പ്രവർത്തനം ആരംഭിക്കും. കുന്നക്കാവ് ടൈം സ്ക്വയർ കോംപ്ലക്സിലാണ് മത്സ്യസേവന കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 25 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ മത്സ്യസേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നിലമ്പൂർ മത്സ്യഭവൻ ഓഫീസർ ശിഹാബുദ്ദീൻ മച്ചിങ്ങൽ, പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന ജില്ലാ പ്രോഗ്രാം മാനേജർ കൃപ NV, അക്വാകൾച്ചർ പെരിന്തൽമണ്ണ ക്ലസ്റ്റർ പ്രൊമോട്ടർ VM നവാസ്, അക്വ പോയിന്റ് മത്സ്യസേവന കേന്ദ്രം കോർഡിനേറ്റർ M ഹംസക്കുട്ടി എന്നിവർ പദ്ധതി സംബന്ധിച്ച് വാർത്താസമ്മേളനത്തിൽ വിവരിച്ചു. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് മത്സ്യ കർഷകർക്ക് മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധ ഉപദേശം ലഭിക്കുക, അതുപോലെ തന്നെ മത്സ്യത്തിന്റെ പ്രാഥമികമായിട്ടുള്ള രോഗങ്ങൾ കണ്ടെത്തി അതിന് ചികിത്സകൾ നൽകുക, പിന്നെ ജല ഗുണനിലവാര പരിശോധന, പിന്നെ മണ്ണ് പരിശോധന, അതുപോലെ തന്നെ മത്സ്യത്തിന്റെ ഗുണനിലവാര പരിശോധന, ഇതൊക്കെയാണ് ഈ സേവന കേന്ദ്രത്തിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. വെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധന അടക്കമുള്ള ആവശ്യങ്ങൾക്ക് ലാബും കൺസൾട്ടൻസി സർവീസും അക്വാട്ടിക് ഇൻപുട്ട് സർവീസും രൂപീകരിച്ച് പ്രവർത്തന സജ്ജമാക്കുന്ന പദ്ധതിയാണ് മത്സ്യസേവന കേന്ദ്രം. മലപ്പുറം ജില്ലയിൽ ഒരു യൂണിറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. ജില്ലയിലെ ഏക സ്ഥാപനമാണ് കുന്നക്കാവിൽ ആരംഭിക്കുന്നത്. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. ഫിഷറീസ് വകുപ്പ് 40% സബ്സിഡി നൽകും. മത്സ്യ കർഷകർക്ക് വേണ്ടിവരുന്ന ജല ഗുണനിലവാര പരിശോധനയും മത്സ്യരോഗ നിർണയവും നടത്താൻ മത്സ്യസേവന കേന്ദ്രത്തിൽ സാധ്യമാകും. മത്സ്യകൃഷിക്ക് പ്രധാന ഘടകമായ ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുക, ജലത്തിലും മത്സ്യ ഇനങ്ങളിലും അടങ്ങിയിട്ടുള്ള രോഗകാരണങ്ങൾ കണ്ടെത്തുകയും അതുവഴി മത്സ്യ കർഷകർ നേരിടുന്ന കാർഷിക നഷ്ടം ലഘൂകരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ലാബുകൾ അടക്കമുള്ള സംവിധാനങ്ങളോടൊപ്പം കർഷകർക്ക് ആവശ്യമായ പരിശീലനം നൽകാവുന്ന സൗകര്യങ്ങളും കർഷകർക്ക് സ്വയം വാങ്ങി ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളും ലഭ്യമാക്കും. മത്സ്യങ്ങളുടെ വിവിധ ഘട്ടങ്ങളിലുള്ള തീറ്റ, മരുന്നുകൾ, പ്രോബയോട്ടിക്സ് എന്നിവയിൽ മത്സ്യ കർഷകർക്ക് അവബോധം നൽകുന്നതിനും അക്വാകൾച്ചർ ഇൻപുട്ട് സൗകര്യങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ സേവനം ലഭ്യമല്ലാത്ത സമീപ ജില്ലകളിലെ കർഷകർക്ക് കൂടി ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഈ കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം കുടിവെള്ള പരിശോധനയ്ക്കും സംവിധാനമുണ്ട്. ഘട്ടം ഘട്ടമായി കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കാനാണ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.